വേർപിരിയൽ എന്ന് പറയുമ്പോൾ പല ബന്ധങ്ങളുടെ ഇടയിലുള്ള വേർപിരിയൽ ഉണ്ട്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു വേർപിരിയലാണ് വിവാഹശേഷം ആ ഭാര്യയും ഭർത്താവും തമ്മിൽ ഡിവോഴ്സ് ആകുന്ന അല്ലെങ്കിൽ ബന്ധം വേണ്ട എന്ന് വയ്ക്കുന്നത്. അതൊരു വലിയ സംഭവം തന്നെയാണ്. കാരണം വിവാഹവുമായി ബന്ധപ്പെട്ട് രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ഒന്നിക്കുകയാണ്. അതായത് ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും കുടുംബങ്ങൾ തമ്മിൽ ഒന്നിക്കുന്നു. അതുവഴി പരസ്പരം ബന്ധങ്ങൾ കൂടുതലായിട്ടുണ്ടാവുന്നു അല്ലേ? അതുവരെ ഉണ്ടായതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൂടുതൽ ബന്ധങ്ങളുണ്ടാകുന്നു. സംസ്കാരത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നു. ആ കൾച്ചർ എന്ന് പറയുന്നത് നമ്മൾ കഴിക്കാത്ത ആഹാരം ചിലപ്പോൾ കഴിക്കില്ലേ. അതോ ദൂരെയുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ പയ്യൻ്റെയും പെണ്ണിൻ്റെയും വീട് ദൂരെയൊക്കെ ആണെങ്കിൽ ആ നാട്ടിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ഫുഡ് അല്ലേ, പിന്നെ അവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ, അതൊക്കെ ആ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് നമ്മളിൽ വന്നു ചേരും. അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട് വിവാഹം ആയിക്കഴിയുമ്പോൾ. അപ്പം അതുപോലെ തന്നെ സംസാരത്തിൻ്റെ ശൈലി വ്യത്യാസം വരും. കാരണം നമ്മുടെ കേരളത്തിൻ്റെ അങ്ങ് തൊട്ട് ഇങ്ങ് വരെ ഉള്ള സംസാര രീതികൾ വ്യത്യസ്തമാണ് അല്ലേ? ചിലയിടത്ത് പറയുന്നത് സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാവാത്ത പോലും ഇതിൽ സംസാരിക്കുന്നവരുണ്ട്. പിന്നെ അയൽ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ജില്ലകൾക്ക് അവരുടേതായിട്ടുള്ള ഒരു ലാംഗ്വേജ് ഉണ്ട്. അത് നമുക്ക് ചിലപ്പോൾ ഒട്ടും മനസ്സിലാകണമെന്നില്ല. അപ്പം അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസം വരുന്നതാണ് വിവാഹം എന്ന് പറയുന്നത്. ചിലർ സ്നേഹിച്ച് വിവാഹം കഴിക്കുന്നു, ചിലർ വീട്ടുകാർ കണ്ടെത്തി കൊടുക്കുന്നു. അതിനുശേഷം ഒന്നിച്ച് ജീവിക്കുന്നു. അവരുടെ ജീവിത ചുറ്റുപാട്, താമസിക്കുന്ന വീടിൻ്റെ ചുറ്റുപാട്, വീട്ടിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളും അതിൻ്റെ പേരിൽ ഇവരുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളും ഇല്ലേ. പിന്നെ അതാണ് യഥാർത്ഥത്തിൽ തുടക്കം എന്ന് പറയുന്നത്. അതായത് ഒരു പെണ്ണ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാതെ വരുമ്പോൾ ഈ പെൺകുട്ടിക്ക് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണ്, ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുന്നത് ഭർത്താവിനോടായിരിക്കും. ഭർത്താവിൻ്റെ അവസ്ഥ എന്താണ്? ഇത് എൻ്റെ വീടാണ്, വീട്ടുകാരാണ്, അവരങ്ങനെയൊക്കെ ചെയ്യും, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിലായിരിക്കും ഈ പെൺകുട്ടിയോട് ഭർത്താവും ആവശ്യപ്പെടുന്നത്. അങ്ങനെ വരുന്ന ഒരു സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം, നിങ്ങൾ ഭാര്യയോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയാം. നിങ്ങളുടെ വീട്ടുകാരുമായിട്ട് നിങ്ങളുടെ ഭാര്യ അഡ്ജസ്റ്റ് ചെയ്യൂ എന്ന് പറയുമ്പോൾ തിരിച്ച് ഭാര്യയുടെ വീട്ടുകാരുമായി ഇതേപോലെ ജീവിക്കാനൊരു സാഹചര്യം വന്നാൽ നിങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാകുമോ? എന്നാലോചിച്ച് നോക്ക്. ഒരു പറിച്ചു നടലാണ് അവിടെ സംഭവിക്കുന്നത്. അതുവരെ വളർന്ന സാഹചര്യത്തിൽ നിന്നും വ്യത്യസ്തമായൊരു സാഹചര്യത്തിലേക്ക് ഒരു പെൺകുട്ടി വന്ന് പെടുകയാണ്. അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുക്കേണ്ടത് ഭർത്താവാണ്. അതിന് വല്ല മാറ്റമുണ്ടോ? ഇപ്പം ചീരയൊക്കെ നടന്ന ടൈമായതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ചീര നമ്മൾ പാകി അവിടെ നിന്ന് അത് ഇത്തിരി വലുതായി കഴിയുമ്പോൾ വേറൊരു സ്ഥലത്തേക്ക് പറിച്ച് നട്ട് അതിനെ വളർത്തിക്കൊണ്ടുവരും. അപ്പോൾ ആദ്യം നന്നായി വെള്ളമൊക്കെ ഒഴിച്ച് അതിനെ നട്ടതിന് ശേഷം അതിന് 1-2 ദിവസം വെയിൽ കൊള്ളാത്ത രീതിയിൽ, അതായത് കട്ടിയുള്ള വെയിൽ അടിക്കാത്ത രീതിയിൽ അതിന് മുകളിൽ എന്തെങ്കിലും കവർ ചെയ്തിടും വെയിൽ ഉള്ള സമയത്ത്. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ മാറ്റും, എന്നിട്ട് വെള്ളമൊക്കെ തളിച്ച് കൊടുക്കും. വെള്ളം അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അല്ലേ? അതിനൊരു കരുത്ത് ആർജിക്കുന്നത് വരെ അല്ലേ, ആ തൈക്ക് ഒരു കരുത്ത് ആർജിച്ച് അത് നന്നായി നിൽക്കുന്ന ഒരു പാകം വരെ നമ്മളതിന് സ്പെഷ്യലായിട്ട് കെയറിങ് കൊടുക്കും. ഇതുപോലെയല്ലേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്? നമ്മൾ പതുക്കെ അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക.
മനസ്സിലാക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കുക. ആ ഒരു ചെടിക്ക് 2-3 ദിവസം നമ്മൾ കൊടുക്കുന്ന ആ ഒരു കെയറിങ് എന്താണ്, അതേപോലെ കുറേയധികം നാളുകൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾ സ്നേഹത്തോടുകൂടി പറയും. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ ഉണ്ട് എന്ന ഒറ്റ ഒരു മനസ്സിൻ്റെ ആ ഒരു ശക്തി, അത് മാത്രം മതി ഒരു പെൺകുട്ടിക്ക് ആ വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും പിടിച്ചു നിർത്താൻ. കാരണം തൻ്റെ പ്രശ്നങ്ങൾ പറയാൻ ഒരാളുണ്ട്, പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാൻ ഒരാളുണ്ട്, അല്ലേ? അതാണ് ആ പെൺകുട്ടി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. എന്നിട്ടും നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റു മാർഗങ്ങൾ സ്വീകരിക്കുക. ഓരോരുത്തരുടെയും ജീവിതാനുഭവങ്ങൾ വ്യത്യസ്തമാണ്. നിങ്ങൾക്ക് 2 പേർക്കും കൂടി ഒന്നിച്ച് പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് ആകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടത്തിന് വേർപിരിയാൻ തയ്യാറാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം. ഇതിൽ മറ്റാരോടും കൂടുതൽ അഭിപ്രായത്തിന് പോയാൽ പഴയ ആൾക്കാരെപ്പോഴും അയ്യോ അത് വേണ്ട, നിങ്ങളവിടെ പിടിച്ചു നിർത്താൻ ശ്രമിക്കും. ഒരുപക്ഷെ പിടിച്ചു നിർത്താൻ ശ്രമിച്ച് നിങ്ങൾ ആ വാക്കുകൾ കേട്ട് നിങ്ങളവിടെ നിൽക്കുകയാണ് ഒരു താല്പര്യവുമില്ലാതെയെങ്കിൽ നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ഓരോരോ ദിവസങ്ങളായിരിക്കും. അതൊരു സാധ്യത. അഥവാ നിങ്ങളങ്ങനെ മറ്റുള്ള മുതിർന്ന ആളുകളുടെ വാക്ക് കേട്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം പ്രയോജനം ഉണ്ടാവാം. പഴയ രീതികളൊക്കെ മാറി, പഴയ കാഴ്ചപ്പാടുകളൊക്കെ മാറി, അല്ലേ? അത് പെട്ടെന്നായിരിക്കും നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരും. അതങ്ങനെ ഇങ്ങനെയൊക്കെ മാറി മറിഞ്ഞ് വരും. അത് നമ്മളുടെ ചിന്തകൾക്കനുസരിച്ചിരിക്കും, നമ്മളുടെ പങ്കാളിയുടെ സ്വഭാവത്തിനും അനുസരിച്ചിരിക്കും. ഇങ്ങനെയൊക്കെ നോക്കിയാലും നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ആ ബന്ധം നിങ്ങൾക്ക് വേണ്ടാന്ന് വയ്ക്കുന്നതായിരിക്കും നല്ലത്. കാരണം ആരും ആരുടെയും അടിമയല്ല. ആർക്കും അധികം നാളങ്ങനെ എല്ലാം സഹിച്ച് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ സഹിച്ച് ജീവിച്ചാൽ അത് നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും മോശമായി ബാധിക്കും. എല്ലാം നിങ്ങൾ ഒതുക്കുന്നത് നിങ്ങളുടെ മനസ്സിലായിരിക്കും. അത് നിങ്ങളുടെ ശരീരത്തെ പതുക്കെ പതുക്കെ ബാധിക്കാൻ തുടങ്ങും. അപ്പോൾ അതിലും നല്ലത് എന്താണ്, പറ്റില്ലേ സന്തോഷപൂർവ്വം വേണ്ടെന്ന് വയ്ക്കുക. ചിലർക്ക് എന്താണ് അങ്ങനെ വേണ്ടാന്ന് വെച്ചിട്ട് ഡിവോഴ്സൊക്കെ കഴിഞ്ഞിട്ടും 2 പേരും വിവാഹം കഴിക്കാതൊക്കെ ഇങ്ങനെ നിന്ന് കുറേ നാളുകളൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റ് വരും വീണ്ടും. അപ്പോൾ ഓർക്കും വേണ്ടിയിരുന്നില്ല, ഇതിലും നല്ലത് അങ്ങനെ ജീവിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ തോന്നലുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കും. അതൊരു ഓപ്ഷനാണ്. വേർപിരിയുന്നതിന് മുമ്പ് കുറേയധികം ചിന്തിക്കുക. 2 പേരും നിങ്ങളുടെ മാത്രം ജീവിതമാണത്. അതിൽ പെണ്ണിൻ്റെ അച്ഛനും അമ്മയും ബന്ധുക്കളായാലും ആണിൻ്റെ അച്ഛനും അമ്മയും ബന്ധുക്കൾ അവർക്കൊന്നും ഒരു ചാൻസും അല്ല. അവരുടെ ആരുടെയും ജീവിതമല്ല. അതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ളത്. വിവാഹ ശേഷം ഒന്നിച്ച് ജീവിക്കുന്ന പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും മാത്രമാണ് ആ ജീവിതം. അവരുടെ ഇഷ്ടാനുസരണം അവർ ജീവിക്കണം. പിന്നീട് കുഞ്ഞുങ്ങളായി കഴിയുമ്പോൾ ഇതൊരു കുടുംബം പൂർണ്ണമാകുകയാണ്. അതാണൊരു കുടുംബമായി മാറുന്നത്. മറ്റുള്ളവർക്കെല്ലാം വേറെ വേറെ കുടുംബങ്ങളുണ്ട്. ഞാൻ പറയുന്നത് ശരിയല്ലേ? അപ്പം നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ ഇഷ്ടാനുസരണം തന്നെ ജീവിക്കണം. അതിന് മറ്റാരുടെയും ഒരു കാര്യം കേൾക്കണമെന്നോ അനുഭവിച്ച് കഷ്ടപ്പെട്ട് ജീവിക്കണമെന്നോ ഒന്നും വിചാരിക്കില്ല. കാരണം പഴയ കാലഘട്ടമല്ല ഇന്നത്തേത്. ഇന്നത്തെ എല്ലാവരും തന്നെ സ്വാതന്ത്ര്യം അനുഭവിച്ച് എല്ലാ സുഖങ്ങളും സൗഭാഗ്യങ്ങളും അനുഭവിച്ച് ജീവിക്കണമെന്ന് താല്പര്യമുള്ളവരാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക. ഇനി എന്താണ് ഭാവിയിൽ എന്താണ് എന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. ഉള്ള സമയം നന്നായിട്ട് ജീവിക്കുക. അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഒന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നിച്ച് ചേർന്നവരാണ്, ദൈവം ഒന്നിച്ചാക്കിയവരാണ്. ഒന്നിച്ച് ജീവിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ പോവുക. സന്തോഷമില്ലാതൊരു ജീവിതം വേണമെന്ന് ആരും ചിന്തിക്കില്ല. ഓക്കെ, ശരിയല്ലേ? അപ്പം സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്.